മാത്യു ചാപ്റ്റർ 24 വേഴ്സസ് 14 says, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും അറിയിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ലൂക്ക് ചാപ്റ്റർ 16 വേഴ്സസ് 16 says, ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തെ സുവിശേഷമായി അറിയിച്ചു വരുന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ സുവിശേഷീകരണ യാത്രയിൽ ഇപ്രകാരം അറിയിച്ചു പോന്നു: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇൻ ബൈബിൾ മാത്യു ചാപ്റ്റർ 9 വേഴ്സസ് 35 says, യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അഗെയിൻ ഇൻ മാത്യു ചാപ്റ്റർ 4 വേഴ്സസ് 23 says, യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. യേശു തന്നെ വിശ്വസിച്ച് തന്നെ അനുഗമിച്ച തൻ്റെ പ്രിയ ശിഷ്യരോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ തേജസ്സുള്ള ഈ സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ പ്രഭു മനുഷ്യരുടെ കണ്ണുകളെ കുരുടാക്കി. അവർ ദൈവരാജ്യത്തെ അവകാശമാക്കാതെ അവിശ്വാസികളായി തുടരേണ്ടതിന് തന്നെ.